ബി.ജെ.പിയുടെ ദേശീയ തലത്തിൽ ദേശീയ അധ്യക്ഷൻ ആരാണ് എന്ന് അറിയാനായിട്ടുള്ള ആ ഒരു സസ്പെൻസ് ഒക്കെ തന്നെ ബി.ജെ.പി പൊളിച്ചു മാറ്റിക്കൊണ്ട് ഇനിയിപ്പോൾ ആ അധ്യക്ഷൻ ആരാണ് എന്നതിലേക്കുള്ള ഒരു ഉറച്ച തീരുമാനമാണ് ഇപ്പോൾ ബി.ജെ.പിയുടെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. അതായത് ബി.ജെ.പിയുടെ ദേശീയ തലത്തിൽ ജെ.പി. നദ്ദയ്ക്ക് പകരം വരുന്ന പുതിയ അധ്യക്ഷൻ ഉടൻ തന്നെ ബി.ജെ.പിയിൽ അല്ലെങ്കിൽ ഈ പറയുന്ന തരത്തിൽ അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്താനായി പോകുന്നു. ഈ വരുന്ന അതായത് 2025 തുടക്കത്തിൽ തന്നെ അത് സംഭവിക്കുന്ന തലത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. അതിനുള്ള നീക്കങ്ങൾ ഇപ്പോൾ വളരെ വലിയ തോതിൽ തന്നെയാണ് കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് നടന്നിരിക്കുന്നത്. അത് മാത്രമല്ല ബി.ജെ.പിയും RSSും തമ്മിലുള്ള ചർച്ചകളൊക്കെ തന്നെ വലിയ തോതിൽ നടന്നു വരികയാണ്. എടുത്തു പറയാനായിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് അതായത് പകുതി സംസ്ഥാനങ്ങളിലെ സംഘടനാ തെരഞ്ഞെടുപ്പ് ഒരു മാസത്തിനകം പൂർത്തിയാകാനിരിക്കെ അടുത്ത വർഷം ആദ്യത്തോടെ ബി.ജെ.പിക്ക് പുതിയ ദേശീയ അധ്യക്ഷൻ ഉറപ്പായിരിക്കുന്നു. ഭാരതീയ ജനതാ പാർട്ടി ജനുവരി 15-നകം പകുതി സംസ്ഥാനങ്ങളിലെ സംഘടനാ തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കാനുള്ള പാതയിലാണ്. അടുത്ത വർഷം ആദ്യം തന്നെ അതിൻ്റെ പുതിയ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നതിന് വഴിയൊരുക്കുന്നു. 2020 ജനുവരി മുതൽ പാർട്ടി നേതാവായി സേവനമനുഷ്ഠിക്കുന്ന കേന്ദ്ര ആരോഗ്യമന്ത്രി ജഗത് പ്രകാശ് നദ്ദ 2023 കാലാവധി അവസാനിച്ചതിന് ശേഷവും ഒരു വിപുലീകരണം കാരണം തൻ്റെ റോളിൽ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിന് പോയ ഏതാനും സംസ്ഥാനങ്ങൾക്ക് പുറമെ ബൂത്ത്, സബ് ഡിവിഷൻ, ജില്ലാ തലങ്ങളിൽ സംഘടനാ തെരഞ്ഞെടുപ്പും തുടർന്ന് സംസ്ഥാന പ്രസിഡന്റുമാരെയും തിരഞ്ഞെടുക്കും. ജനുവരി പകുതിയോടെ പകുതി സംസ്ഥാനങ്ങളിലെയും തെരഞ്ഞെടുപ്പ് അവസാനിപ്പിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ബി.ജെ.പി പറയുന്നത്. അതിനുശേഷമുള്ള അടുത്ത ഘട്ടം ബി.ജെ.പി ദേശീയ അധ്യക്ഷനെ തിരഞ്ഞെടുക്കുന്നതാണ്. സബ് ഡിവിഷൻ തലത്തിലുള്ള തിരഞ്ഞെടുപ്പ് അടുത്ത 5 മുതൽ 10 ദിവസങ്ങൾക്കുള്ളിൽ പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിനെ തുടർന്ന് ഒരു പാർട്ടി നേതാവ് പറഞ്ഞതുപോലെ വർഷാവസാനമോ ജനുവരി 5-ന് മുമ്പോ ജില്ലാ തെരഞ്ഞെടുപ്പ് നടക്കുമെന്നാണ് സൂചന. അടുത്ത പാർട്ടി അധ്യക്ഷനെ സംബന്ധിച്ച് നിലവിൽ അനിശ്ചിതത്വം നിലനിൽക്കുന്നുണ്ടെങ്കിലും അടുത്ത വർഷത്തിന്റെ തുടക്കത്തിൽ പ്രഖ്യാപനം ഉണ്ടായേക്കുമെന്നാണ് അണിയറ പ്രവർത്തകർ നൽകുന്ന സൂചന. ബി.ജെ.പി നേതൃത്വവും RSSും തമ്മിലുള്ള ധാരണയുടെ അടിസ്ഥാനത്തിലായിരിക്കും തീരുമാനമുണ്ടാവുക ആരാണ് അടുത്ത ദേശീയ അധ്യക്ഷൻ എന്നുള്ളത്. ബി.ജെ.പിയുടെ ഭരണഘടന അനുസരിച്ച് സബ് ഡിവിഷനും ജില്ലയും തുടങ്ങി സംസ്ഥാന തലം വരെ എല്ലാ തലത്തിലും തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റുമാർ ഒരു സംഘം ഭാരവാഹികളെ നിയമിക്കും. പകുതി സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പ് അവസാനിച്ചതിന് ശേഷം മുഴുവൻ സമയ ദേശീയ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നതിനുള്ള വോട്ടെടുപ്പ് നടത്തുന്നു. പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട ഈ ദേശീയ പ്രസിഡന്റ് പിന്നീട് ഒരു കൂട്ടം ഭാരവാഹികളെ നിയമിക്കുകയാണ്. ദേശീയ അധ്യക്ഷനെ തിരഞ്ഞെടുക്കുന്നതിനുള്ള ഇലക്ട്രൽ കോളേജ് പ്രക്രിയയുടെ രൂപരേഖ പാർട്ടി ഭരണഘടനയിൽ പറയുന്നുണ്ട്. എന്നിരുന്നാലും പരമ്പരാഗതമായി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന ഒരു സമവായ സ്ഥാനാർത്ഥി ഒരു യഥാർത്ഥ തെരഞ്ഞെടുപ്പ് നടത്തുന്ന പാർട്ടിയേക്കാൾ എതിർപ്പില്ലാതെ തിരഞ്ഞെടുക്കപ്പെടുന്നു. ബി.ജെ.പി ദേശീയ അധ്യക്ഷൻ സ്ഥാനം തുടർച്ചയായി 2-3 വർഷത്തേക്ക് പരിമിതപ്പെടുത്തിയിരിക്കുന്നു. 2012 നിതിൻ ഗഡ്കരി തുടർച്ചയായി 2ാം തവണയും അധികാരത്തിൽ വരാൻ RSS ആഗ്രഹിച്ചപ്പോൾ ഈ ഭരണം സ്ഥാപിതമായി. രാജ്നാഥ് സിംഗ് അവസാന നിമിഷം ഗഡ്കരിയെ മാറ്റുകയും 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയുടെ വിജയം വരെ ആ സ്ഥാനത്ത് തുടരുകയും ചെയ്തു. സിംഗിന്റെ പിൻഗാമിയായി അമിത്ഷാ ബി.ജെ.പി നേതാവായി 4 വർഷം മുമ്പ് വരെ ആ സ്ഥാനം വഹിക്കുകയായിരുന്നു. എന്തായാലും ഒരു കാര്യം വളരെയധികം വ്യക്തമായിരിക്കുന്നു. അതായത് ബി.ജെ.പിക്ക് പുതിയ ദേശീയ അധ്യക്ഷൻ 2025 ജനുവരിയോടുകൂടി അതിനുള്ള തീരുമാനമാകുന്ന തലത്തിലേക്ക് തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങളുടെ ഒരു പോക്കെന്ന് പറയുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പിലും തന്നെയാണ് ഇപ്പോൾ ബി.ജെ.പി നേതൃത്വം വളരെ വലിയ തോതിൽ തന്നെ അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളെല്ലാം നടത്തി വരുന്നത്. അതുമാത്രമല്ല നിശ്ചയിക്കുന്ന ആ ഒരു ദേശീയ അധ്യക്ഷൻ അതാരായാൽ തന്നെയും അത് ബി.ജെ.പിയും അതോടൊപ്പം തന്നെ RSSനും ഒരുപോലെ അനുകൂല ഘടകമാകുന്ന അല്ലെങ്കിൽ രണ്ട് കൂട്ടർക്കും ഒരുപോലെ RSSന് ഉൾപ്പെടെ ഒരുപോലെ സ്വീകാര്യനായിട്ടുള്ള ഒരു വ്യക്തി തന്നെ ആയിരിക്കുമെന്ന കാര്യം ഉറപ്പാണ്.